യൂറോപ്പിലെ നിരീശ്വരവാദത്തിന്റെ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബെർലിൻ നഗരത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന് പുത്തൻ പ്രതീക്ഷ നൽകിക്കൊണ്ട് സെന്റ് ക്ലെമൻസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മരിയൻ ജപമാല റാലിയിൽ 3000-ലധികം വിശ്വാസികൾ പങ്കെടുത്തു. വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ സെന്റ് ക്ലെമൻസ് ദേവാലയത്തിൽ നിന്നാണ് ജപമാല റാലി ആരംഭിച്ചത്. ഇത് 4ാം തവണയാണ് ബെർലിനിൽ ഇത്തരമൊരു മരിയൻ റാലി സംഘടിപ്പിക്കുന്നത്. ജപമാലയുടെ ഓരോ രഹസ്യങ്ങളും വിവിധ ഭാഷകളിൽ ചൊല്ലിയത് റാലിയുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. നിരീശ്വരവാദവും മൂല്യത്തകർച്ചയും ശക്തമായ ബെർലിൻ നഗരത്തിൽ കത്തോലിക്ക സഭയുടെ സാന്നിധ്യം വെറും 6% മാത്രമായിരിക്കെ ഈ ജപമാല റാലി യൂറോപ്പിലെ സഭയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു. ബെർലിനിലെ ജനസംഖ്യയുടെ 80%-ലധികവും നിരീശ്വരവാദികളെന്ന് സ്വയം പ്രഖ്യാപിച്ചവരാണ്. മതപരമായ ശബ്ദങ്ങൾ മങ്ങിയതും മറയ്ക്കപ്പെട്ടതും അപൂർവമായ പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ കൈകളിൽ ജപമാലകളേന്തി ഫാത്തിമ മാതാവിന്റെ രൂപവുമായി നഗരഹൃദയത്തിലൂടെ നടത്തിയ റാലി വിശ്വാസത്തിന്റെ ധീരമായ സാക്ഷ്യമായി മാറി. റാലിക്ക് മുന്നോടിയായി ജർമ്മനിയിലെ അപ്പസ്തോലിക് ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് നിക്കോളോ എട്രോവിക് മുഖ്യ കാർമ്മികനായ ദിവ്യബലി അർപ്പിച്ചു. മരിയൻ സന്ദേശം നൽകിയ അദ്ദേഹം പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥതയിലൂടെ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ വിശുദ്ധിയോടെ ഉയർത്തുന്നിടത്തോളം കാലം സഭ ഏത് പ്രതിസന്ധികളെയും നേരിടുമെന്ന് വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു. വിൻസെൻഷൻ സഭയുടെ സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറും ജർമ്മനിയിൽ ശുശ്രൂഷ ചെയ്യുന്ന വിൻസെൻഷൻ വൈദികരും സമീപ പ്രദേശങ്ങളിലെ വൈദികരും വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരായി. ബെർലിൻ നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലൂടെ കടന്നുപോയ മരിയൻ റാലി സെന്റ് ക്ലെമൻസ് ദേവാലയത്തിൽ തന്നെ സമാപിച്ചു.